ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീഡിയ മേക്കേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വാട്സപ്പിൽ മെസ്സേജ് വരും. അപ്പോൾ നമ്മുടെ ഫോണിപ്പോൾ നമ്മുടെ കയ്യിലില്ല, വേറെ ആരുടെയും കയ്യിൽ നെറ്റ് ഓൺ ആക്കിയിട്ട് കൊടുത്ത് അപ്പം നമുക്ക് ഒരുപാട് മെസ്സേജ് വരും. അത് ചിലപ്പോൾ നമ്മുടെ പ്രൈവസി ആയിരിക്കും, അവരറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിലുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ ചോർന്ന് പോകാണ്ടിരിക്കാനുള്ള ഒരു ചെറിയ ട്രിക്കാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നെറ്റ് ഓണാക്കി വെച്ചാലും വാട്സപ്പിൽ മെസ്സേജ് വരില്ല. അപ്പോൾ ഈ ട്രിക്കിന് വേണ്ടിയിട്ട് നമുക്കൊരു ആപ്പോ വെബ്സൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു ചെറിയൊരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ അൺലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിന് ആപ്പോ വെബ്സൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഈ വാട്സപ്പ് ഒന്ന് അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അവിടെ ആപ്പ് ഇൻഫോ എന്നൊരു സാധനം കാണാം. അപ്പോൾ ആ ആപ്പ് ഇൻഫോയിൽ കയറുക. ആപ്പ് ഇൻഫോയിൽ നമുക്ക് കാണാം ഓപ്പൺ, ഫോഴ്സ് സ്റ്റോപ്പ്, അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് കാണാം മേലെ തന്നെ. അപ്പോൾ നമ്മൾ അതിൽ ചെയ്യേണ്ടത് ഫോഴ്സ് സ്റ്റോപ്പ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് തൽക്കാലത്തേക്ക് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്തൊക്കെയാണ്. അപ്പോൾ നമ്മളിതാ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഇതാ ഒരു മെസ്സേജും വരുന്നില്ല, നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത് പോയി. അപ്പോൾ ഇനി ധൈര്യപ്പെട്ട് നിങ്ങൾക്ക് ആരെടുത്ത് വേണമെങ്കിലും ഫോൺ കൊടുക്കാം. വാട്സപ്പിൽ പുതിയ മെസ്സേജുകളൊന്നും തന്നെ വരില്ല. പിന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നത് വാട്സപ്പിലെ നോട്ടിഫിക്കേഷൻസ്. നമുക്കിതാ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇത് താത്തുമ്പോൾ നമുക്ക് പല നോട്ടിഫിക്കേഷൻസ് വരും വാട്സപ്പിൻ്റെ. ആ നോട്ടിഫിക്കേഷൻസ് മാനേജ് ചെയ്യാനുള്ളൊരു ഇതും കൂടി ഇതിലുണ്ട്. അപ്പോൾ മാനേജ് നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ എങ്ങനത്തെ നോട്ടിഫിക്കേഷൻസ് വരണം, നമ്പർ ഡോട്ട്, നോ ബാഡ്ജ്, അങ്ങനത്തെ പല പല നോട്ടിഫിക്കേഷനായിട്ട് പ്രത്യേക ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ എലോ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻസും വരില്ല. അപ്പോൾ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുകയും ഈ നോട്ടിഫിക്കേഷൻ ഓഫാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാട്സപ്പിൽ മെസ്സേജ് വരുന്നത് തൽക്കാലത്തേക്ക് നിർത്തി വെക്കാം. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വേറെ ആരെങ്കിലും അടുത്തൊക്കെ ഫോൺ ധൈര്യമായിട്ട് കൈവിട്ട് കൊടുക്കുക. നമ്മുടെ പുതിയ മെസ്സേജുകളോ അതൊന്നും അവർ കാണില്ല. ആരുടെ അടുത്തെങ്കിലും നമുക്ക് കൊടുക്കുന്നതിൽ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പഴയ മെസ്സേജൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ധൈര്യമായിട്ട് പോലെ കൈമ കൊടുക്കാം. അപ്പോൾ ഇത് വലിയ പാടൊന്നുമില്ലാത്ത ഒരു സിമ്പിൾ ട്രിക്കാണ്. ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.